ഒരു പരാതി ലഭിച്ചതിനനുസരിച്ച് പെട്ടെന്ന് നടപടിയെടുക്കണം എന്നൊക്കെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്കും ബോധ്യം വരും. IPS കേഡറിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതിലൊക്കെ പോരായ്മകളുണ്ട്. പ്രിയമുള്ളവരെ, ഈ 8 വർഷം തന്റെ മന്ത്രിസഭയിൽ, തന്റെ നിയമസഭയിൽ തനിക്ക് പിന്തുണയായി പിതൃതുല്യനായി കണ്ട ഒരു MLA പറഞ്ഞൊരു പരാതിക്ക് ADGPയോട് മുഖ്യമന്ത്രിക്ക് പറയാനോ? എനിക്കൊരു MLAയുടെ പരാതി കിട്ടിയിട്ടുണ്ട്. ആ MLAയുടെ പരാതി കിട്ടിയ അടിസ്ഥാനത്തിൽ താങ്കൾ ഒരു 15 ദിവസം ലീവിൽ പ്രവേശിക്കണം. ഞാൻ ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയാണ്, താങ്കൾ ലീവിൽ പോകണം എന്ന് പറയാമായിരുന്നില്ല. അതൊന്നും ചെയ്യാതെ പിറ്റേ ദിവസം മുതൽ PV അൻവറിനെ വരഞ്ഞിട്ട് മുറുക്കുന്ന അവസ്ഥയിലേക്ക് പോയി. ഇദ്ദേഹം പിന്നീട് പൊട്ടിത്തെറിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. കുറെ കാര്യങ്ങൾ അദ്ദേഹം അതിര് വിട്ടു പറഞ്ഞു. ഒരു മനുഷ്യന്റെ സമനില എത്ര കണ്ട് അത് നിലനിർത്താൻ വേണ്ടി കഴിയും? ഇവിടെ പോലീസിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, എന്താ പോലീസിന്റെ സംവിധാനം? നിങ്ങൾക്കൊക്കെ ബോധ്യമുണ്ടാവും. ഈ കേരളത്തിലെ ഓരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും ബോധ്യമുള്ള കാര്യമായിരിക്കും. നിങ്ങൾക്കറിയോ, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലർ CPMന്റെ പ്രതിനിധിയാണ്. ഒരാഴ്ച മുമ്പ് പിന്നെ കണ്ടു. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത സമയത്ത് CPMന്റെ കൗൺസിലറാണ്. ഇവിടെ ഈ ചക്കാലക്കുത്ത് പുഴ കഴിഞ്ഞാൽ പിന്നെ വണ്ടൂര് പഞ്ചായത്താണ്. ആ വണ്ടൂര് പോലീസ് സർക്കിളിന്റെ കീഴിൽ മണ്ണെടുക്കുന്നതിന് വലിയ പ്രയാസമില്ല. മണ്ണെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് മാഫിയകൾക്ക് വേണ്ടി, മണ്ണ് മാഫിയക്ക് വേണ്ടിയല്ല. സാധാരണക്കാരായിട്ടുള്ള 500-600 സ്ക്വയർ ഫീറ്റിലൊക്കെ വീട് വെക്കുന്ന ആളുകൾക്ക് അവരുടെ തറ നികത്തുന്നതിന് വേണ്ടി മണ്ണെടുക്കുന്നതിന് വണ്ടൂർ സർക്കിള് അതിന് ചെറിയ തോതിലുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കും. ആ പുഴ ഇങ്ങോട്ട് കടന്നാൽ ഇദ്ദേഹത്തിന് പരിചയമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലർക്ക് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാൾ ഇദ്ദേഹത്തെ സമീപിച്ചു. ഇങ്ങനെ 9 ലോഡ് മണ്ണ് വേണം, 9 ടിപ്പർ മണ്ണ്. അതിനൊന്ന് എൻ്റെ ഒപ്പം പോലീസ് സ്റ്റേഷനിലേക്കും പോരണം എന്ന് പറഞ്ഞു. ആ കൗൺസിലർ ഇയാളെയും കൂട്ടി പോവുക. ആദ്യം പോയി, രണ്ടാമത് പോയി, മൂന്നാമത് പോയി. കാര്യം നടക്കണില്ല. കൗൺസിലർക്ക് തോന്നി ഇനി നടക്കൂല. പിറ്റേ ദിവസം മറ്റേ ഈ മണ്ണിടേണ്ട ആളെ കൗൺസിലർ വിളിച്ച്, എന്തായി, ഇനി നമ്മൾ ഒന്നും കൂടി പോയി നോക്കണമെന്ന് ചോദിച്ചു. വേണ്ട, അത് ഞാൻ വേറെ രൂപത്തിൽ പരിഹരിച്ചിട്ടുണ്ട്. വേറെ രൂപത്തിൽ പരിഹരിച്ചത് 10,000 റുപ്യ കൊടുത്തിട്ടാണ്. CPMന്റെ ഒരു കൗൺസിലറുടെ സ്ഥിതിയാണ് കൂട്ടണത്. ഈ കേരളം ഭരിക്കുമ്പോ, ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോ, കേരളത്തിലെ ഒരു ലോക്കൽ സെക്രട്ടറിക്ക് SIയുടെ മുന്നിലേക്ക്, SI എന്ന് പറയുമ്പോൾ നമ്മള് ഈ സാധാ കോൺസ്റ്റബിള് SI ആയത് ഓർക്കൊക്കെ ഒരു പൊതുപ്രവർത്തകരെ കാണുമ്പോൾ ഒരു പരിചയം. നമ്മളെ ഈ ഡയറക്ടർ SIമാരുണ്ടല്ലോ, ഡയറക്ടർ SIമാരടുത്തേക്ക് CPMന്റെ ലോക്കൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞാൽ ചെന്നാൽ പുറങ്കാലോണ്ട് അടിക്കും. ആ സ്ഥിതിയിലേക്ക് നമ്മുടെ ആഭ്യന്തര രംഗം മാറിയിരിക്കുന്നു. അഴിമതിയും കൂത്തരങ്ങും ഒരു ഭാഗത്ത് സംഘീവൽക്കരണം, അങ്ങനെ നിർജീവാവസ്ഥയിൽ നമ്മുടെ പോലീസ് സംവിധാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. 1ാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് ഒരു ആക്ഷേപം ഈ നാട്ടിലെ പാർട്ടിക്കാർക്കോ പാർട്ടി പ്രവർത്തകർക്കോ ഈ നാട്ടിലെ പൊതുജനങ്ങൾക്കോ ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്ഥിതി മാറി വരികയാണ്. നമ്മളെ കാലിന്റെ ചോട്ടിലെ മണ്ണൊലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സഖാക്കളെ, ബംഗാളിൽ ഒരു കാലത്ത് CPMന് 32 MPമാരുണ്ടായിരുന്നു, 220ഓളം MLAമാരുണ്ടായിരുന്നു ബംഗാളില്. ആ 32 MPമാരും